നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ എന്തായിടി? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അർച്ചനെ മുൻവിധിയോടെ കാണരുതെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞേ? ഈ സമയത്ത് സച്ചി അർച്ചന ഈ വീട്ടിലുണ്ടാവുന്ന്. എന്നിട്ട് എവിടെ? മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്ക്. ഈ വീടിന്റെ മേളിൽ കൂടി പറന്നു പോകുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കാണും അവർ രണ്ടുപേരും. ചേച്ചി, എന്റെ പ്ലാനൊക്കെ കറക്റ്റ് ആയിരുന്നു. പാൽ ഗ്ലാസ് റൂമിലെത്തിയ ശേഷം പിന്നെ എന്താ സംഭവിച്ചതെന്നും എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് നല്ല എത്തും പിടിയും കിട്ടി. ആ പാൽ അവള് കുടിച്ചു കാണില്ല. സച്ചിയെ കുടിക്കാനും സമ്മതിച്ചു കാണില്ല. അതോ ഈ മയക്കുപൊടിയൊക്കെ നമ്മുടെ ദേഹത്തെ കറക്റ്റ് വർക്കൗട്ട് ആവുള്ളോ? രാമുന്റെ കാലത്തെ തന്ത്രമായിട്ട് വന്നിരിക്കുന്നവള്. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോ ചേച്ചി ഈ ഐഡിയ തന്നെയല്ലേ ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ചെങ്കില് കറക്റ്റ് സമയത്ത് വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്തു. ഒരു പണിയേറ്റ് അത് ശരിക്ക് ചെയ്യണം, അല്ലാതെ ഓവർ കോൺഫിഡൻസ് കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. അല്ല, നിന്റെ കയ്യിൽ ആ മയക്കുപൊടി ബാലൻസ് ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ആദ്യം കുറച്ച് എനിക്ക് കലക്കിത്താ, കുറച്ച് നീയും കുടിച്ചോ. ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങാലോ. പറ്റിയത് പറ്റി, ഇനി വേറെന്താ വഴിയെന്ന് ആലോചിക്കുക ചേച്ചി. അല്ല, ഇപ്പൊ കൊറേ നാളുകൊണ്ട് എനിക്ക് തന്നെയാണല്ലോ ചിന്ത. അർച്ചന ഏത് വിധേനയും തകർക്കുക, നിന്റെ സന്ദീപിന്റെ വിവാഹം നടത്തുക. ഇത് രണ്ടും നീണ്ടു പോകുന്നല്ലാതെ ഒരു കരയ്ക്കടുക്കുന്നുമില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്റെ സന്ദീപിന്റെ വിവാഹത്തിന് ആകെയുള്ളൊരു തടസ്സം ആ അർച്ചനയാണ്. ഇന്നും നാളെയും ആ അർച്ചന ഇവിടെയില്ല. ഈ തക്കത്തിന് എങ്ങനെയെങ്കിലും അങ്കിളുടെ അനുവാദം വാങ്ങിച്ചെടുത്താലോ? അങ്ങേരൊരു മൗനാനുവാദം തന്നാല് പിന്നെ വേറെ ആരും ഒന്നും പറയില്ല. എന്റെ സന്ദീപിന്റെ വിവാഹം കഴിയുന്നതോടെ അർച്ചന തന്നെ തകർന്നോളും. ഞാനും സന്ദീപിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഒരു കണക്കിന് അവൾ ഇവിടെ ഇല്ലാത്ത നന്നായി ചേച്ചി. നമ്മള് വേഗം എന്തെങ്കിലും തീരുമാനിച്ചാലും ഓടിയെത്താൻ പറ്റുന്നിടത്തല്ലല്ലോ അർച്ചന ഇപ്പൊ ഉള്ളത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഇപ്പൊ ഒരു താല്പര്യം ഇല്ലെന്നുള്ളതാ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അത് നീ പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യമെന്നല്ല, മറ്റെല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ സെക്കൻഡറിയാ. ആദ്യത്തെ കാര്യം മറ്റൊന്നാ, അർച്ചന. അവളുടെ നാശമാണ് ആദ്യം. നാവിന്റെ മൂർച്ചയിലും എന്റെ ചിന്തകൾക്ക് വിപരീതമായി ചിന്തിച്ചും എന്നേക്കാൾ മുകളിൽ സ്ഥാനം പിടിച്ചവൾ. ഒരുപാട് ഉയരത്തിലേക്ക് പറന്നു പൊങ്ങുന്ന അവളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തണം എനിക്ക്. നിയന്ത്രണം വിട്ട ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് പതിക്കണം എന്റെ കാൽച്ചുവട്ടിലേക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.